ഏവർക്കും നഗരൂർ ഗ്രാമപഞ്ചായത്ത് വനിതാ തിയേറ്റർ അവതരിപ്പിക്കുന്ന നാടകത്തിലേക്ക് സ്വാഗതം. കുട്ടിക്കാലം നല്ലൊരു കുട്ടിക്കാലം, ഓർമ്മയിൽ വിടരും കുട്ടിക്കാലം. കുട്ടിക്കാലം നല്ലൊരു കുട്ടിക്കാലം, ഓർമ്മയിൽ വിടരും കുട്ടിക്കാലം. കണ്ണാന്തളി പൂക്കളിരുത്തും കൈതോല പായമിടഞ്ഞും കളിയാടും കാലം. നാട്ടുവഴികളിലൂടെ പായാരം ചൊല്ലി നടക്കണ തേനൂറും കാലം. കുട്ടിക്കാലം നല്ലൊരു കുട്ടിക്കാലം, ഓർമ്മയിൽ വിടരും കുട്ടിക്കാലം. തുമ്പി തുമ്പി പെണ്ണേ. ഞാൻ തുമ്പി ശലഭമൊന്നുമല്ല, എന്റെ പേരേ നിത്യ എസ്സാർന്നാ. ഓ, ഒരു നിത്യ എസ്സാർ. ഞങ്ങള് തുമ്പി പെണ്ണെന്നേ വിളിക്കൂ. ഇത് നിത്യ. നിത്യ ജനിച്ചപ്പോ പെൺകുട്ടിയാണെന്നറിഞ്ഞപ്പോ അച്ഛനും അമ്മയ്ക്കും എന്ത് ഇഷ്ടായെന്നറിയോ? അതെ, ഇത് നിത്യയുടെ കഥയാണ്. അതെ, ഇത് നിത്യയുടെ കഥയാണ്. കുട്ടിക്കാലം നല്ലൊരു കുട്ടിക്കാലം, ഓർമ്മയിൽ വിടരും കുട്ടിക്കാലം. കുട്ടിക്കാലം നല്ലൊരു കുട്ടി. മോളെ മോളെ തുമ്പി, ഓർമ്മയിൽ വിടരും. ഓ ഒന്ന് നിർത്തി പിള്ളേരെ. ഡീ വീട്ടിൽ പോടി. കണ്ണാന്തളി പൂക്കളിരുത്തും നിർത്തിനടി, നിനക്കൊന്നും ഒരു പണിയുമില്ലേ? വീട്ടിൽ പോയിനടി. നാട്ടുവഴികളിലൂടെ എടി, നീ ഒരു വയസ്സറിയിച്ച പെണ്ണാണ്. ഇനി കളിയൊന്നും വേണ്ട, അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. അല്ലേ നാട്ടുകാരെന്നെയാ കുറ്റം പറയണേ, വളർത്തു ദോഷമെന്ന് പറയും. ഇങ്ങോട്ട് വാടി. എടി അക്കച്ചി, മീൻ കിട്ടിയാടി? ഓ, നല്ലതൊന്നുമല്ലടി, മത്തിയ, അത്ര പോരടി. വിശ്വസിച്ച് മേടിക്കാൻ പറ്റത്തില്ലടി, മീനിലൊക്കെ വിഷം അടിക്കൂന്ന്. നിന്റെ കെട്ടിയും ബാറിന്ന് അടിക്കണ വിഷത്തോളം വരില്ലടി മീനിലടിക്കുന്ന വിഷം. ഓരോരുത്തന്മാര് മരം കൊണ്ട് അതിരിലല്ലേ വെക്കണേ. ഓ, അപ്പുറത്തവന്റെ തേക്കിന്റെ ഇല മൊത്തം എന്റെ മുറ്റത്താ വീഴുന്നത്. തൂത്തു തൂത്ത് എന്റെ നാട് ഓടിഞ്ഞ് ദൈവമേ. എടിയേ, എന്ന് നിന്റെ പെമ്മക്കളല്ലേടി പണിയെടുക്കുന്നേ? ഇന്ന് നിന്റെ നടുവൊന്ന് വളയട്ടടി. ആ, അത് ശരിയാടിയക്ക. അല്ലേലും തുളസി, നിനക്ക് നാവിത്തിരി കൂടുതല. എന്തേച്ചി പെണ്ണിനെ വിളിച്ചോണ്ട് വന്നത്? ഇവളൊരു വയസ്സറിയിച്ച പെണ്ണല്ലേ, എന്നിട്ട് ആ വല്ല ബോധം അവൾക്കുണ്ടോന്ന് നോക്കിയേ. പിള്ളാരെ കൂടെ കളിക്കാൻ പോയിരിക്കുന്നു. ഇവളാ ഞാൻ. തന്നെയൊക്കെ തന്നെ, ഈ പിള്ളേർക്ക് വന്ന് ഒരു അനുസരണയും ഇല്ല. വീട്ടിലിരുന്നോണം, നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കരുത്. പിന്നെ ഇനി അധികം ആൺസുഹൃത്തുക്കളൊന്നും വേണ്ട, നമ്മുടെ കുടുംബത്തിന് അപമാനമാണ്. സന്ധ്യ കഴിഞ്ഞ വീടിനുള്ളിൽ തന്നെ ഇരുന്നോളണം. അയൽക്കാര് പറഞ്ഞത് കേട്ടല്ലോ. ഇനി കുറച്ച് അതിരുകളൊക്കെ ഉണ്ട്. പൂമ്പാറ്റയെ പോലെ പാറി നടക്കേണ്ട എന്റെ ജീവിതത്തിൽ ഇങ്ങനെ അതിരുകൾ കെട്ടുന്ന എന്തിനാ? അടക്കം ഇല്ല, ഒതുക്കം. എനിക്ക് വയ്യ. രാത്രിയെ പേടിക്കണം. വളരെ കുട്ടിയായിരിക്കുമ്പോ തന്നെ തല ഉയർത്തേണ്ടടുത്ത് തല കുനിക്കാൻ പഠിപ്പിച്ച് നമ്മുടെ ആത്മവിശ്വാസത്തിന് ഇങ്ങനെ തകർക്കുന്ന എന്തിനാ? ഇളകിയേ
ഇളകി നാഗേ ഇളകി വന്നാടിവാ കന്നിയാവേ കരിനാഗേ ഇളകിളകേ മണിനാഗേ ഇളകി ഇളകി നാഗേ. സ്ത്രീകളുടെ അന്തസ്സും അഭിമാനവും സംരക്ഷിക്കേണ്ടത് ഒരു പരിഷ്കൃത ജനാധിപത്യ സമൂഹത്തിന്റെ അനിവാര്യമായ ഘടകമാണ്. വിപുലമായ നിയമ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും സ്ത്രീകൾക്കെതിരെ അക്രമങ്ങൾ വർദ്ധിക്കുന്നത് രാജ്യപുരോഗതിക്ക് തടസ്സമാണ്. അപമാനം, ലജ്ജ, കുറ്റവാളികളെക്കുറിച്ചുള്ള ഭയം എന്നിവ മൂലം പലപ്പോഴും അവർ നേരിടുന്ന അതിക്രമങ്ങൾ പരാതിപ്പെടാതെ പോകുന്നു. ഇന്ന് സ്ത്രീകൾക്ക് വേണ്ടത് ഉറപ്പാണ്. പുറത്തുപോയാൽ വീട്ടിൽ സുരക്ഷിതമായി തിരിച്ചെത്തുമെന്ന ഉറപ്പ്. ജോലിസ്ഥലത്തും പൊതു ഇടങ്ങളിലും താൻ സുരക്ഷിതയാണെന്നുള്ള ഉറപ്പ്. ബാഹ്യ ഇടപെടലുകളാൽ തന്നിലേക്ക് ചുരുങ്ങി വിഷാദം അനുഭവിക്കുന്ന പെൺകുട്ടികളുടെ മാനസിക സംഘർഷം തിരിച്ചറിയാതെ പോകരുത്. ഏതൊരു സ്ത്രീക്കും നിർഭയം ജീവിക്കുവാനുള്ള അവളുടെ അവകാശത്തെ ഓർമ്മപ്പെടുത്തി നഗരൂർ ഗ്രാമപഞ്ചായത്ത് വനിതാ തിയേറ്റർ അവതരിപ്പിക്കുന്ന നാടകം അതിരുകൾക്കപ്പുറം. മുന്നേറ്റത്തിൻ പുതിയ മുഖമിതാ, അഭിമാനത്തിൻ പുതിയ മുഖമിതാ, മലയാളത്തിൻ പുതുമൈതാ, പുത്തൻ ഗീതമിതാ. എൻ ശക്തിയുടെ പുതിയ മുഖമിതാ, പെൺ ശക്തിയുടെ പുതിയ മുഖമിതാ, സ്ത്രീത്വത്തിന്റെ പുതുമൈതാ, അവളുടെ ഗീതമിതാ. നിർത്തടി, പിടിക്ക്. എന്തൊരു തുള്ളലാടി കിടന്ന് തുള്ളുന്നേ. അമ്മ, സ്കൂളിലെ വാർഷികത്തിന്റെ പ്രാക്ടീസ് ആണ്. ഇന്ന് ഞാൻ പൊളിക്കും. കൂത്താട്ടം ഒക്കെ പിന്നെ. ആദ്യം നീ ഇവിടെയൊക്കെ ഒന്ന് തൂത്തുവാര്. വീട് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ആ ചെക്കൻ കഴിച്ച പാത്രം എടുത്ത് കഴുകി വെച്ചിട്ട് അവന് ചായ ഇട്ട് കൊടുക്കടി. അതെന്താ അവൻ തിന്ന പാത്രം അവന് കഴുകി വെച്ചാ? അവന് ചായ ഇട്ട് കുടിക്കാം, വേണമെങ്കിൽ നമുക്കിട്ട് തരുകയും ചെയ്യാം. ഓ, പ്രസംഗത്തിനൊരു കുറവുമില്ല. എടിയേ, നീ ഈ ഡ്രസ്സിലാ പഠിക്കാൻ പോണേ? ഈ ഷാളൊക്കെ ഒന്ന് ഇട്ടിട്ട് പോടി. ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ടമ്മേ. അമ്മയുടെയും അമ്മയെ പോലുള്ളവരുടെയും ചിന്താഗതിയിലാണ് മാറ്റം വരേണ്ടത്. ഇപ്പോഴത്തെ പിള്ളേരോട് ഒന്നും പറയാൻ പറ്റാണ്ടായിട്ടുണ്ട്. ഓ, എന്തോന്നാ ചെയ്യേ. എനിക്ക് എന്താ പറ്റുന്നേ? എന്റെ മനസ്സും ശരീരവും ഒക്കെ വല്ലാതെ മാറുന്നു. എല്ലാവരും ഇങ്ങനാന്നോ, അതോ ഞാൻ മാത്രം?
ഹലോ പറയടി. എടി നീ വെറുതെ ഇരിക്കുകയാണോ? അതെ, ആ ഡാൻസ് നോക്കണേ. ദേ നമുക്കിന്ന് പൊളിക്കാനുള്ളതാ. നീ പ്രാക്ടീസ് നോക്കണേ. ഓ അയ്യോ, ഡാൻസ് പ്രാക്ടീസ് നോക്കാതെ ചെന്നാൽ എല്ലാം പൊളിയും. ഓഹോ മിന്നലേ താഴെ വരൂ മരതകമാലകൾ തീർക്കുവാൻ പൊന്നു തരൂ അവിഴപ്പൂക്കളിൽ വരൂ ഉലകച്ചിന്തുമായി വരൂ പൊന്മണി മഞ്ചലിൽ വരൂ പ്രണയ വസന്തമേ വരൂ എന്റെ നിലാക്കിനാവിനെ നായകൻ ഇന്ന് വന്നുവോ ആ മുഖമൊന്നു കണ്ടുവോ ആ സ്വരമൊന്നു കേട്ടുവോ ഓഹോ ഇതെന്തോ നാടി, ഇതാണോ ഡാൻസ്? ഡി നീ വല്യമ്മാവനെയും ചെറിയമ്മാവനെയും കണ്ട് ഭയക്കണ എന്തിനാടി മോളെ? നമ്മൾ ഇവിടുന്ന് താമസം മാറിയ പിണക്കമായിരിക്കും. ഇതാണോ ഡാൻസ്? മോക്ക് ഡാൻസ് ഈ അമ്മാവൻ പഠിപ്പിച്ചു തരും. ഈ മുദ്ര ഒന്ന് കാട്ടിയേടി. അങ്ങനെയല്ല, ഇങ്ങനെ. ആ കൊച്ചിലെയുള്ള സ്വഭാവം തന്നെ വലിയ നാണക്കാരിയാ. കൊച്ചേട്ടാ, മോളുടെ ഒരു നാണം കണ്ടില്ലേ? ഇന്നിത് മാറ്റി കൊടുക്കണം. നീ ഇതെന്തിനാടി കൊച്ചേ ഇങ്ങനെ കിടന്ന് ഓടുന്നത്? തന്തയില്ലാത്ത കുട്ടിയല്ലേ ഒന്ന് ലാളിക്കാമെന്ന് വെച്ചപ്പോ ദേ എന്റെ ദേഹത്ത് തൊടരുത്. നിങ്ങളുടെ ലാളന ഓർക്കുമ്പോ എന്റെ കുട്ടിക്കാലം ഇപ്പോഴും ഭയന്ന് വിറങ്ങലിച്ച് നിൽക്കുക. നീ വലുതായെങ്കിലും നമുക്കിപ്പോഴും കൊച്ചു കുട്ടിയാ. എനിക്ക് കിടന്ന് ഓടാനൊന്നും വയ്യ. ഒന്ന് പിടിച്ചു നിർത്തിയടാ അവളെ. പിടി പിടിയടാ, പിടി പിടി. പിടിച്ചേ. അടുത്തേക്ക് വരരുത്. കുഞ്ഞായിരിക്കുമ്പോ നിങ്ങളെപ്പോലുള്ളവർ കാട്ടുന്ന ക്രൂരതയിൽ കിളിക്കാമ്പെട്ടി പോലെ കലമ്പുന്ന ഞങ്ങളുടെ ഉള്ളം തകർന്നു പോകും. ഭയന്ന് ആരോടും ഒന്നും പറയാൻ കഴിയാതെ നീറുന്ന കുഞ്ഞു മനസ്സ് നിങ്ങൾക്കറിയോ? പറയാനുള്ളൂ, നമ്മുടെ ശരീരത്തിൽ ഒരു ബാഡ് ടച്ച് ഉണ്ടായാൽ ഒച്ച വെക്കണം. നമുക്ക് വിശ്വാസമുള്ള ആളിനരികിലേക്ക് ഓടിപ്പോകണം. അവരോട് തുറന്നു പറയണം നമുക്ക് സംരക്ഷണം തരാൻ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. അല്ലാതെ എന്നെ പോലെ നീറി നീറി ആരേരോ ഞങ്ങളാ മോളെ തെറ്റുകാർ. സ്വന്തം കുഞ്ഞുങ്ങളോട് പെരുമാറുന്നവരുടെ ഉദ്ദേശശുദ്ധി തിരിച്ചറിയാത്ത രക്ഷകർത്താക്കളാ തെറ്റുകാർ. അതിഥികളുടെയും ബന്ധുക്കളുടെയും അടുത്തേക്ക് കുട്ടികളെ വിടുമ്പോൾ രക്ഷകർത്താക്കൾ ജാഗ്രത പാലിക്കണം. കുട്ടികൾ ചൂഷണത്തിന് വിധേയമാകാം. നീ ആ പെണ്ണ് പറയുന്ന വട്ടൊന്നും കേട്ട് വിശ്വസിക്കല്ലേ കേട്ടോ. ആ, ഇനിയെല്ലാം പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. ഇതേ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇല്ലാത്ത അപവാദങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച കെട്ടിച്ചേക്കാനുള്ള പെണ്ണാണ്. അപമാനം അപമാനം എന്ന് പറഞ്ഞ് പരാതിപ്പെടാതിരിക്കുന്നത് അക്രമം നടത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണ്. തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഏത് അതിക്രമത്തിനെതിരെയും പ്രതികരിക്കുകയും പരാതിപ്പെടുകയും ചെയ്യുന്നത് പുതിയ കാലത്തെ പെണ്ണിന് അഭിമാനമാണ്, പെൺ കരുത്താണ്.
ഒറ്റ രാത്രി ഇരുട്ടിലായി ജനിച്ചതല്ല, കൂരിരുട്ടിൽ തപ്പി മൂലയിൽ ഇരുന്നതല്ല. ഉച്ചമെന്ന വാക്ക് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ചിറകു വെട്ടുമെന്ന ഭയമുരുകി ഒലിച്ചതല്ലേ. ഒറ്റ രാത്രി ഇരുട്ടിലായി ജനിച്ചതല്ല, കൂരിരുട്ടിൽ തപ്പി മൂലയിൽ ഇരുന്നതല്ല. ഉച്ചമെന്ന വാക്ക് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ചിറകു വെട്ടുമെന്ന ഭയമുരുകി ഒലിച്ചതല്ലേ. 100 നാവുകൊണ്ട് ഒപ്പമെന്ന് പറയുമ്പോ 1000 ദുഷിച്ച വാക്കു നീ വിഴുങ്ങുന്നു. കണ്ണിൽ കരുണയാൽ എരിച്ച ദീപം കരിപിടിച്ച് ചുട്ടുപൊള്ളും ചൂട് വായുവിൽ കറങ്ങുന്നു. പല ദിനങ്ങൾ രാത്രി മഷിയിൽ മുക്കി കനലുകൊണ്ട് പലതും എഴുതി മുഖം മൂടികൾ പൊളിച്ചെറിഞ്ഞ് സ്ഫോടനങ്ങൾ കൊണ്ട് തെളിവുകളുടെ തിര നിറച്ച് ഞാൻ തൊടുത്തതെല്ലാം നിങ്ങൾ കൂടി കണ്ടതല്ലേ. അതില് വെന്ത് പഴയ വേലികൾ പൊളിഞ്ഞു വീണ് മാറ്റമെന്ന ചിന്ത ചിലരിലെങ്കിലും പൊരുത്ത് കുതിര എന്ന പോലെ പതറിടാതെ പലതും ഇവിടെ തച്ചുടയ്ക്കുമെന്നും ഉൾക്കണ്ണിൽ കണ്ടുകൊണ്ട് പതിവ് പോലെ വായനയ്ക്കു താഴെ നഗ്നമായ പെണ്ണുടൽ പൊതിഞ്ഞ വലിയ കോളം ഒന്നു കണ്ട് ഉള്ളടക്കമതിൽ പെണ്ണിനേറ്റ മുറിവ് കണ്ട് ഉള്ളിലുള്ള ചൂള തീപിടിച്ച് വെന്ത് നീറി എന്ത് നീറി എന്ത് നീറി എന്ത് നീറി എന്ത് നീറി എന്ത് നീറി എന്ത് നീറി. കാലം കടന്നു പോയിക്കൊണ്ടേയിരുന്നു. വർഷപരീക്ഷകൾ പലതു വന്നു. എല്ലാ നിറങ്ങൾക്കും മിഴിവേകുന്ന, എല്ലാ ശബ്ദങ്ങളും സംഗീതമാകുന്ന ഒരു പ്രണയകാലത്ത് നിത്യയും സ്വപ്നങ്ങൾ കണ്ടു. കുളിരുള്ള കാറ്റിൻ കിനാവിന്റെ തുമ്പിൽ ഇതൾ വിരിഞ്ഞുണരും മധു സ്വപ്നമേ. കുളിരുള്ള കാറ്റിൻ കിനാവിന്റെ തുമ്പിൽ ഇതൾ വിരിഞ്ഞുണരും മധു സ്വപ്നമേ. മനതാരിലായിരം ശലഭങ്ങളുണ്ട് മമ ജീവനിൽ പ്രണയമുണരുവാൻ. മമ ജീവനിൽ പ്രണയമുണരുവാൻ. മമ ജീവനിൽ പ്രണയമുണരുവാൻ. കുളിരുള്ള കാറ്റിൻ കിനാവിന്റെ തുമ്പിൽ ഇതൾ വിരിഞ്ഞുണരും മധു സ്വപ്നമേ. കാതരനായൊരു പെൺമുകിൽ പതിയെ കാതരനായൊരു പെൺമുകിൽ പതിയെ കരൾ നിറയുന്നൊരു ഗാനമായി തീർന്നു. മഴകളോ മണ്ണിനെ മാറിപ്പുണർന്നു. മാദക നൃത്തം മലരായി വിടർന്നു. നിത്യേ, എന്നെ തുമ്പി എന്ന് വിളിച്ചാ മതി. തുമ്പി, കല്യാണം കഴിഞ്ഞാലും നമുക്ക് ജീവിക്കാൻ ക്യാഷ് വേണ്ടേ? ആ, ക്യാഷില്ലാതെ എങ്ങനെയാ ജീവിക്കുന്നേ? അതാ അപ്പോ നിന്നെ കിട്ടുന്നതിന് നല്ലൊരു സ്ത്രീധനം ഞാൻ ചോദിക്കും. അപ്പോ നീ കാട്ടുന്ന സ്നേഹമൊക്കെ? എന്ത് സ്നേഹം? അതൊക്കെ ഇപ്പോ കല്യാണം കഴിക്കണോ സ്ത്രീധനം കിട്ടണം. കല്യാണച്ചെക്കനൊന്നിങ്ങി അടുത്തേക്ക് വന്നേ. പോടോ, മറ്റൊരാളിന്റെ അധ്വാനം തിന്നാൻ കൊതിക്കുന്ന നിന്നോടൊക്കെ പെണ്ണിന് പുച്ഛമാണടോ. ഇനി എന്റെ കൺമുന്നിൽ വന്നേക്കരുത്. വില പേശി വിൽക്കാൻ അറവുമാടല്ല പെണ്ണ്. പലപ്പോഴും പുരോഗമനമൊക്കെ വാക്കുകളിൽ ഒതുങ്ങും. പ്രണയത്തെക്കാൾ ഇഷ്ടത്തെക്കാൾ പണത്തിന് വില കൽപ്പിക്കുന്നവരുണ്ട്. അവർ കണ്ണടച്ച് കൈനീട്ടി ചോദിക്കും സ്ത്രീധനം, സ്ത്രീധനം. സ്ത്രീധനം വിലയെത്ര നൽകിടും പെണ്ണുടലിന്, വില ചേർത്തു നൽകുമോ പെണ്ണിൻ കനവിന്? സ്ത്രീ തന്നെ സ്ത്രീ തന്നെ സ്ത്രീ തന്നെ ശക്തനി, വില പേശി വിൽക്കുവാൻ അറവമാടല്ലവൾ. ഉയരുന്ന
ദയയാർന്ന ലോകമേ ഇവിടെ ജീവിക്കുവാൻ അവകാശിയാണവൾ. ഓ, അവരിങ് എത്താറായി. നീ മോളെ പെട്ടെന്നൊന്ന് റെഡിയാക്. ആ, അവരിങ് എത്തിയല്ലോ. ഓ, സമയമില്ല, എല്ലാം പെട്ടെന്നാകണം. 3 ഇടത്ത് കൂടി പോകാനുള്ളതാ. നിങ്ങൾ അവിടെ നിന്ന ഇങ്ങോട്ട് കയറി വരി. ഇത് ചെക്കൻ്റെ അമ്മ, ഇത് ചെക്കൻ. അപ്പൊ പിന്നെ ഞാൻ പെണ്ണിനെ വിളിക്കാം. വിളി മോളെ. ആ, പെണ്ണ് കാണൽ ചടങ്ങൊക്കെ അവിടെ നിൽക്കട്ടെ. കല്യാണം ആർഭാടമായി നടത്തണം. പിന്നെ അത് വേണം. ആ രമേശന്റെ മോളെ കല്യാണം 3 ദിവസമായിരുന്നു പാർട്ടി. നമുക്കും ഒട്ടും കുറയ്ക്കാൻ പറ്റില്ല. അവരുടെ മുന്നിൽ ഞെളിഞ്ഞു നിൽക്കണം. പിന്നെ ഞെളിഞ്ഞു നിൽക്കണം. സമ്മതമാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം. നീ എന്ത് പറയുന്നടാ? അമ്മ പറയും പോലെ എനിക്ക് പെണ്ണ് കിട്ടിയാ മതി. എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ അവൾക്കായി കരുതി വച്ചിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. വേണമെങ്കിൽ ഈ വീടും പുരയിടവും കൂടി വിൽക്കാം. പിന്നെ അത് വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമുക്കതങ്ങ് ഉറപ്പിക്കാം. ഇഷ്ടപ്പെട്ട് പെണ്ണിനെയും പിടിച്ചിരിക്കുന്നു. മോളെ നിത്യേ. അമ്മ. എടി, നീ ജോലിക്ക് പോകുന്നതിന് മുമ്പേ ഈ തുണിയെല്ലാം ഒന്ന് അലക്കിയിട്ടേ. എന്താന്നറിയില്ല, രാവിലെ മുതലേ ഈ നടുവിനൊരു പിടുത്തം. അമ്മ, സമയം താമസിച്ചമ്മ. ഇനി നിന്നാ ബസ് കിട്ടൂല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ മോളെ? ഈ തുണിയൊക്കെ കഴുകണ്ടേ? ബസ് പോവും അമ്മ. ആ, കഴുകി ഇട്ടിട്ട് പോയാ മതി. എന്തു പറ്റി? ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയല്ലേ ഉള്ളൂ. ഒന്നുമില്ല, ഒരു പൂച്ച കുറുകെ ചാടി. ഓ, ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞ് പോവാ. നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നേ? കല്യാണം കഴിക്കുമ്പോഴേ എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു, ആണിനേക്കാൾ ഉയർന്ന വിദ്യാഭ്യാസം പെണ്ണിനുണ്ടായാൽ കുഴപ്പമാണെന്ന്. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് ഞാനൊരു മണ്ടനാണെന്ന് കരുതി നീ ഉള്ളിൽ ചിരിക്കുന്നുണ്ടല്ലേ? എന്തിനാ ഇങ്ങനെ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങൾ പറയണേ? നിന്റെ മുഖം കണ്ടാൽ അറിയാലോ. ഒരു സന്ദർഭം വരട്ടെ, പറയാന്ന് കരുതി. ഏതായാലും നീ ഇനി ജോലിക്ക് പോണ്ട. എനിക്ക് ആ ജോലി എന്ത് ഇഷ്ടാണെന്ന് അറിയാമോ? എനിക്ക് പോണം. പോകാതെ പിന്നെ? പോണ്ടാന്ന് പറഞ്ഞാ പോണ്ട, അത്ര തന്നെ. ഇത് പിന്നെ സർക്കാർ ജോലിയൊന്നും അല്ലല്ലോ. കല്യാണം കഴിഞ്ഞാൽ പെണ്ണിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ചെക്കന്റെ വീട്ടുകാരാ. അത് ഓർത്താൽ നിനക്ക് നല്ലത്. എന്റെ വ്യക്തി സ്വാതന്ത്ര്യം അനുവദിച്ചു തരാത്ത ഈ വീട്ടിൽ കഴിയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഓ, നീ വീട് വിട്ടിറങ്ങി പോകുമെന്നല്ലേ? പോടി.
സ്നേഹത്തിന്റെ ഒരു കണിക പോലുമില്ലല്ലേ? ഉള്ളിൽ ഒരു ജീവൻ മുട്ടിടുമ്പോഴുള്ള ഒരു പെണ്ണിന്റെ മാനസികാവസ്ഥ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മതി. ഇവിടെ എൻ്റെ വീട്ടിൽ എൻ്റെ ചെലവിൽ താമസിച്ചുകൊണ്ട് ജീവിക്കുന്ന നിന്റെ അഭിപ്രായങ്ങൾക്ക് ഒരു വിലയും ഉണ്ടാകില്ല. നിനക്ക് പോകണമെങ്കിൽ പോകാം, അതൊന്നും ഞാൻ എതിർക്കില്ല. പക്ഷെ ഇവിടെ കഴിയുന്നുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് ഞാനായിരിക്കും. നിങ്ങളെപ്പോലെ പ്രായപൂർത്തിയായ ഒരു സ്വതന്ത്ര വനിതയാണ് ഞാൻ. എന്നെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അതാടാ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഒരുപാട് വിദ്യാഭ്യാസമുള്ള പെണ്ണിനെ പോയി കെട്ടരുതെന്ന്. അനുഭവിച്ചോടാ. എന്തൊരു നരകമായി ജീവിതം. പിന്നെ എന്തിനാ ഈ നരകത്തിൽ കഴിയണേ? പോടി. നമുക്കിനി പാടാം, ഇനിയുള്ള കാലമെങ്കിലും പാടാം നല്ലൊരു നാളേക്കായി. ഇനി ഒരു തിരികെ പോക്കില്ലമ്മേ. മോളെ നീ ഒന്നുകൂടി ആലോചിക്ക്. പറ്റില്ലമ്മേ. മോളെ നിന്റെ കല്യാണത്തിനായി ഈ വീടും പുരയിടവും എല്ലാം പണയപ്പെടുത്തിയിരുന്നു. തിരികെ വീടാൻ കഴിയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പണയപ്പെടുത്തിയത്. ഇപ്പോ വിൽക്കാമെന്ന് കരുതുന്നു. വീടില്ലാതെ പിന്നെ എവിടെ കഴിയുമമ്മേ? തെരുവിലേക്ക് ഇറങ്ങും. ആർഭാട വിവാഹം നടത്തി മക്കളെ അയച്ച ശേഷം എത്ര അച്ഛനമ്മമാർ തെരുവിലേക്ക് ഇറങ്ങുന്നു. അവരിൽ ഒരാളായി ഞാനും. നീ തിരികെ പോമോളെ, അതാ നല്ലത്. ഇല്ലമ്മ, തിരികെ പോകില്ല. എനിക്കെന്റെ ജീവനേക്കാൾ വലുതാ എന്റെ അഭിമാനം. പിന്നെ എന്റെ അമ്മയെ തെരുവിലേക്ക് എറിഞ്ഞിട്ട് ഞാൻ പോവൂ അമ്മ. മോളെ, എൻ്റെ ജീവിതം ഞാൻ ജീവിച്ചു. പക്ഷേ നിന്റെ ജീവിതം അങ്ങനെയല്ല. പാടിയതമ്മ, താലോലം ആട്ടിയതമ്മ, ഞാനുറങ്ങണ നേരത്ത് രാവറിയാതിരുന്നതമ്മ, ഞാനുറങ്ങണ നേരത്ത് നോവറിയാതിരുന്നതമ്മ. പൊന്നിൻ്റെ നിറമല്ലേലും പൊന്നെന്നു വിളിച്ചതമ്മ, പൊന്നിൻ കുടമായി തന്നെ പൊന്നും മകൾ നൽകി. കുഞ്ഞിനെ ഒന്ന് നോക്കിയേടി, മഞ്ഞ കണ്ട? അതിന് കുഞ്ഞു വയറ്റ് വളരുമ്പോ വെയിൽ കൊള്ളണ്ടേ? കുഞ്ഞിന് നിറവില്ല, ഭാരമില്ല. അങ്ങനെ വരൂ, താൻ തോന്നിയല്ലേ തള്ള. പ്രസവശേഷം അവക്ക് അഹങ്കാരമാ, ഒരു കാര്യത്തില് ശ്രദ്ധയില്ല. താൻ തോന്നി അഹങ്കാരി. അഹങ്കാരം പോലും. പ്രസവശേഷം എൻ്റെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങൾ, തൊലിയിൽ രൂപപ്പെട്ട പാടുകൾ, അമ്മയാകാൻ ശരീരം പരുവപ്പെട്ടപ്പോൾ എൻ്റെ മനസ്സ് അതോടൊപ്പം പൊരുത്തപ്പെട്ടില്ല. വല്ലാത്ത ഉൾവലിയൽ ബാധിച്ച് എന്നിലേക്ക് തന്നെ ചുരുങ്ങി മറ്റാരും കേൾക്കാതെ തേങ്ങി. അങ്ങനെ ഡിപ്രഷനിലേക്ക് പോകുന്ന പെണ്ണിനെ ആരേലും തിരിച്ചറിയുന്നുണ്ടോ? ചേർത്ത് നിർത്തുന്നുണ്ടോ? നിങ്ങൾക്ക് ചുറ്റുമുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ? പകരം ചാർത്തിത്തരും അഹങ്കാരിന്ന്.
നിത്യയുടെ മുന്നിൽ തൻ്റെ കുഞ്ഞും പ്രായമായ മാതാവും ഒപ്പം താമസിക്കാൻ ഇടമില്ലാത്ത അവസ്ഥയും. അവൾ നേരിടേണ്ടിയിരുന്നത് പ്രതിസന്ധികളെയായിരുന്നു. ഇവളെ അറിയാമല്ലോ, നിത്യ. വിവാഹത്തോടെ ജീവിതം കൈവിട്ടുപോയൊരു പെണ്ണ്. പക്ഷേ അവൾ തളർന്നില്ല. അവൾക്ക് വിദ്യാഭ്യാസമുണ്ടായിരുന്നു. ചെറിയ പണിയെടുത്ത അമ്മയെയും മകളെയും നോക്കി. എന്നിട്ട് അവൾ വീണ്ടും പഠിച്ചു. ഞാൻ ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ടു. പരിശ്രമിച്ചു. KS ടെസ്റ്റ് ജയിച്ച് ഡെപ്യൂട്ടി കളക്ടറായി. അഭിമാനത്തോടെ നാടിനെയും വീടിനെയും സേവിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീയായി. അമ്മ, മോളെ, മോളെ, നിന്നെ പോലൊരു പെണ്ണിനെ പെറ്റതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ടടി. എന്തിനാ അമ്മ കരയുന്നേ? അറിയില്ല മോളെ, കണ്ണങ്ങ് നിറഞ്ഞു പോകുക. നിത്യ നമുക്കൊരു മാതൃകയാണ്. വിദ്യാഭ്യാസവും പരിശ്രമവും കൊണ്ട് സ്വന്തം ജീവിതാടിത്തറ പണിയാൻ കഴിയുമെന്ന് നമുക്ക് കാട്ടിത്തന്ന മാതൃക. പരാശ്രയമില്ലാതെ പെണ്ണിന് ജീവിക്കാൻ കഴിയുന്ന ഒരു സ്വതന്ത്ര ഇടം ഇവിടെ പുലരണം. നമ്മുടെ പെൺകുട്ടികൾ സ്വാതന്ത്ര്യത്തിന്റെ അനന്തവിഹായസിൽ പറക്കട്ടെ. അവളുടെ കരുത്തിൽ രാജ്യത്തിന് ചിറകുകൾ മുളയ്ക്കട്ടെ. അവളുടെ കരുത്തിൽ രാജ്യത്തിന് ചിറകുകൾ മുളയ്ക്കട്ടെ. മുന്നേറ്റത്തിൻ പുതിയ മുഖമിതാ, അഭിമാനത്തിൻ പുതിയ മുഖമിതാ, മലയാളത്തിൻ പുതുമയിതാ.